നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം തൃതീയ സ്കന്ധം 6-ാമത്തെ അധ്യായം, വിരാട് സ്വരൂപത്തിൻ്റെ ഉൽപ്പത്തി. ഋഷിരുവാച ഇതി ദാസാം സ്വശക്തീനാം സദീനാം അസമേത്യ സ പ്രസുപ്തലോകതന്ത്രാണാം നിശാമ്യാഗതിമീശ്വര കാലസജ്ഞാം തഥാ ദേവീം ബിഭ്രച്ഛക്തിമുരുക്രമ ത്രയോവിംശതി തത്വാനാം ഗണം യുഗപദാവിശത്. ഋഷി പറഞ്ഞു, മഹത്തായ ശക്തിയോടുകൂടിയ ആ ഈശ്വരൻ ഇപ്രകാരം ഒന്നിനോടൊന്ന് യോജിക്കാതെയും ലോകസൃഷ്ടിക്ക് ഉപകരിക്കുന്ന പ്രാണികർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നതുമായ മഹാതത്വാദികളായ തൻ്റെ ശക്തികളുടെ അവസ്ഥയെ കണ്ടിട്ട് കാലം എന്നു പേരായ തൻ്റെ ശക്തിയെ ധരിച്ചുകൊണ്ട് തത്വങ്ങളുടെ സമൂഹത്തിൽ ഏകകാലത്തിൽ പ്രവേശിച്ചു. മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ, പഞ്ചമഹാഭൂതങ്ങൾ, 11 ഇന്ദ്രിയങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് 23 തത്വങ്ങൾ. സൂനുപ്രവിഷ്ടോ ഭഗവാൻ ജ്യേഷ്ഠാരൂപേണ തം ഗണം ഭിന്നം സംയോജയാമാസ സുക്തം കർമ്മ പ്രബോധയൻ. ക്രിയാശക്തികളോടുകൂടിയ 23 തത്വങ്ങളിൽ ഒരേ സമയത്ത് പ്രവേശിച്ച ആ ഭഗവാൻ ആ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്രാണികളുടെ പൂർവ്വജന്മ കർമ്മവാസനകളെ ഉണർത്തുവാനായിട്ട് വെവ്വേറെ ഇരുന്ന ആ മഹദാദി തത്വങ്ങളെ കൂട്ടിയോജിപ്പിച്ചു. പ്രബുദ്ധകർമാ ദൈവേനാത്രയോ വിംശതി ഗോഗണ പ്രേരിതോ ജനയർ സാബീർ മാത്രാബീരതിപൂരുഷം. ഈശ്വരപ്രേരണയാൽ പ്രാണികളുടെ അദൃഷ്ടം പ്രബുദ്ധമാക്കപ്പെട്ടപ്പോൾ ആ 23 തത്വങ്ങളുടെ സമൂഹം സ്വമാത്രകൾ കൊണ്ട് ലോകാധിഷ്ഠാനമായ വിരാട് പുരുഷ ശരീരത്തെ ജനിപ്പിച്ചു. പരേണ വിശദാ സ്വസ്മിൻ മാത്രയാ വിശ്വസൃഗണ ചുക്ഷോഭാന്യോന്യമാസാദ്യ യസ്മിൻ ലോകാചരാചര. ഈശ്വരൻ ഈ തത്വങ്ങളിൽ സ്വാംശത്താൽ പ്രവേശിച്ചപ്പോൾ അവ അന്യോന്യം യോജിച്ച് വിരാട് പുരുഷ സ്വരൂപമായിട്ട് പരിണമിച്ചു. ആ സ്വരൂപത്തിൽ ചരങ്ങളും അചരങ്ങളുമായ ലോകങ്ങൾ അടങ്ങിക്കിടക്കുന്നുണ്ട്. ഹിരൺമയസ്സ പുരുഷ സഹസ്രപരിവത്സരാൻ അണ്ഡകോശ ഉവാസപ്സു സർവസത്വോപബൃംഹിത. ജലത്തിൽ ലയിച്ചിരുന്ന ബ്രഹ്മാണ്ടത്തിൽ സ്വർണമയനായ സമഷ്ടി പുരുഷൻ സർവപ്രാണി സഹിതനായിട്ട് 1000 സംവത്സരം വസിച്ചു. സവേവിച്ച സൃജാം ഗർഭോ ദേവകർമാത്മശക്തിമാൻ വിഭവാജാത്മനാത്മാനം ഏകദാ ദശദാ ത്രിദാ. ദേവശക്തി, കർമ്മശക്തി, ആത്മശക്തി എന്നിവയോടുകൂടിയ ആ പ്രസിദ്ധനായ വിരാട് പുരുഷൻ താൻ തന്നെ തൻ്റെ സ്വരൂപത്തെ 1ആയിട്ടും 10ആയിട്ടും 3ആയിട്ടും വിഭജിച്ചു. അതായത് വിരാട് പുരുഷനായ സമഷ്ടി പുരുഷനിൽ ആത്മശക്തിയും ക്രിയാശക്തിയും ജീവശക്തിയും അടങ്ങിയിരിക്കുന്നു എന്ന് സാരം. ചിച്ചക്തി ഏകമായിട്ട് നിന്നു. ക്രിയാശക്തിയെ പഞ്ചപ്രാണന്മാരും അവയുടെ 5 വ്യാപാരങ്ങളും ചേർന്ന് 10ആയിട്ട് പ്രകാശിപ്പിച്ചു. ആത്മശക്തി ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നിങ്ങനെ 3ആയിട്ടും പ്രകാശിച്ചു. ഏഷ ഹേശേഷ തത്വാനാമാത്മാംശ പരമാത്മന ആദ്യോവതാരോ യത്രാസു ഭൂതഗ്രാമോ വിഭാവ്യതേ. ഈ മഹാപുരുഷൻ സകല വൃഷ്ടി ജീവാത്മാക്കളുടെയും ആത്മാവും പരമാത്മാവിൻ്റെ അംശവുമാണ്. പരമാത്മാവിൻ്റെ ആദ്യത്തെ അവതാരവുമാകുന്നു. സ്ഥാവര ജംഗമങ്ങളായിട്ടിരിക്കുന്ന ഈ വിശ്വം ഈ വിരാട് പുരുഷനാകുന്ന അധിഷ്ഠാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് 1ആയിട്ടും 3ആയിട്ടും 10ആയിട്ടും ഭവിച്ചത്. സ്വാധ്യാത്മാ സാദിദൈവശ്ചാസാദിഭൂതായതിത്രിത വിരാട് പ്രാണോ ദശവിധ ഏകദാ ഹൃദയേന ജ. വിരാട് പുരുഷൻ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങളോടുകൂടിയവൻ, ഭൂതങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ദേഹങ്ങളോടുകൂടിയവൻ, ദേവന്മാരുടെ സമൂഹത്തോടു കൂടിയവൻ, 10 വിധത്തിലിരിക്കുന്ന വിരാട് പ്രാണൻ, ഏകനായ അന്ധകരണം എന്നിങ്ങനെ സ്ഥിതി ചെയ്യുന്നു. സാധ്യാത്മൻ, സാദിഭൂതൻ, സാദിദൈവൻ എന്നിങ്ങനെ 3 വിധത്തിലായി പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ എന്നീ മുഖ്യ പ്രാണന്മാരും
നാഗൻ, കൂർമൻ, കൃകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നീ ഉപപ്രാണന്മാരുമായി വായുംശമായിട്ട് 10 പ്രാണന്മാർ. ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതിനാൽ ഏകൻ. സ്മരൻ വിശ്വസൃജാമീശോ വിജ്ഞാപിതമദോക്ഷജ വിരാജമതമസ്യേന തേജസ്സൈഷാം വിവൃത്തയെ. എല്ലാറ്റിലും ശക്തനും സർവത്തിലും അന്തര്യാമിയുമായിരിക്കുന്ന ഭഗവാൻ മഹത്തത്വാദികൾ ചെയ്ത പ്രാർത്ഥന, അതായത് ഞങ്ങൾ ബലി സമർപ്പിച്ചു കൊള്ളാം എന്ന് ഓർമ്മിച്ചിട്ട് ആ മഹത്തത്വാദികൾക്ക് വിവിധ വ്യാപാരങ്ങൾ ചെയ്യാൻ സാമർഥ്യമുണ്ടാകാൻ വേണ്ടി തൻ്റെ തേജസ് കൊണ്ട് മഹതാദികളിൽ വിരാട് പുരുഷൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് വിചാരിച്ചു. വിരാട് പുരുഷനെ കുറിച്ച് വിചാരിച്ചു അഥവാ തപം ചെയ്തു. അതതസ്യ വിതപ്തസ്യ കതിജായതനാനിഹ നിരഭിദ്യന്തദേവാനാം താനിമേ ഗതദശൃണു. ഈശ്വരൻ്റെ ആലോചനയ്ക്ക് വിഷയമായിട്ട് ഭവിച്ച വിരാട് പുരുഷൻ്റെ ശരീരത്തിൽ ദേവന്മാർക്ക് ഇരിക്കാൻ എത്ര സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാം, കേട്ടുകൊള്ളുക. തസ്യാഗ്നിരാസ്യം നിർഭിന്നം ലോകപാലോ വിശദ്പദം വാചാ സംശേന വക്തവ്യം യയാസോ പ്രതിപദ്യതേ. വിരാട് പുരുഷന് ആദ്യം മുഖമുണ്ടായി. ആ സ്ഥാനത്ത് അഗ്നി എന്ന ദേവൻ തൻ്റെ അംശമായ വാക്കോടുകൂടി പ്രവേശിച്ചു. സൃഷ്ടിജീവൻ ആ വാക്കുകളെ കൊണ്ട് വചിക്കത്തക്ക വിഷയങ്ങളെ പറയുന്നു. നിർഭിന്നം താലുവരുണോ ലോകപാലോ വിശദ്ധരേഹേ ജിഹ്വയാംശേന ജരസം യയാസോ പ്രതിപദ്യതേ. സാക്ഷാൽ ഹരിയായിരിക്കുന്ന വിരാട് പുരുഷന് താലു എന്ന സ്ഥാനമുണ്ടായി. ലോകപാലകനായ വരുണൻ തനിക്ക് അധിഷ്ഠാനമായ ജിഹ്വ, അതായത് നാവ്, ജിഹ്വയോടുകൂടി അവിടെ പ്രവേശിച്ചു. ജീവൻ ജിഹ്വയെ കൊണ്ട് മധുരം, കയ്പ് തുടങ്ങിയ രസങ്ങളെ അറിയുന്നു. നിർഭിന്നേ അശ്വിനോ നാസേ വിഷ്ണോരാവിശദാംബദം പ്രാണേനാംശേന ഗന്ധസ്യ പ്രതിപത്തിർ യഥോ ഭവേത്. വിരാട് പുരുഷന് നാസികകൾ ഉണ്ടായി. ആ സ്ഥാനത്തെ അശ്വിനി ദേവകൾ അവർക്ക് അധിവസിക്കാൻ യോഗ്യമായിരിക്കുന്ന കാരണത്തിൽ കൂടി പ്രവേശിച്ചു. പ്രാണേന്ദ്രിയങ്ങളിൽ കൂടി ജീവൻ ഗന്ധത്തിൻ്റെ ജ്ഞാനം നേടുന്നു, സുഗന്ധവും ദുർഗന്ധവും അനുഭവിക്കുന്നു എന്ന് സാരം. നിർഭിന്നേ അക്ഷിണീ ത്വഷ്ടാ ലോകപാലോ വിശദ്വിഭോഹോ ചക്ഷുഷാംശേന രൂപാണാം പ്രതിപത്തിർ യഥോ ഭവേത്. ആ വിപൂന നേത്രങ്ങളുണ്ടായി. ലോകപാലനായ സൂര്യൻ തൻ്റെ അംശഭൂതമായ ചക്ഷുസോടുകൂടി അതിൽ പ്രവേശിച്ചു. ഇതിലൂടെ രൂപങ്ങളുടെ ജ്ഞാനം ഉണ്ടാകുന്നു. നിർഭിന്നാന്യസ്യ ചർമാണി ലോകപാലോ നിലോപിശത് പ്രാണേനാംശേന സംസ്പർശം ഹേനാസോ പ്രതിപദ്യതേ. വിരാട് പുരുഷന് ചർമ്മമുണ്ടായി. ലോകപാലകനാ വായു തൻ്റെ അംശഭൂതമായ പ്രാണനോടുകൂടി അതിൽ പ്രവേശിച്ചു. ത്വഗിന്ദ്രിയത്തിൻ്റെ സഹായത്താൽ ജീവൻ സ്പർശം അറിയുന്നു. കർണാവസ്യ വിനിർഭിന്നോ ദൃഷ്ണ്യം സ്വം വിവിശുർദിശ ശ്രോത്രേണാംശേന ശബ്ദസ്യ സിദ്ധ്യം യേന പ്രപദ്യതേ. വിരാട് പുരുഷന് കാതുകളുണ്ടായി. ലോകപാലകരായ ദിഗ്ദേവതകൾ ഹംസഭൂതമായ ശ്രോത്രേന്ദ്രിയത്തോടുകൂടി അതിൽ പ്രവേശിച്ചു. ശ്രോത്രേന്ദ്രിയത്തിൻ്റെ സഹായത്താൽ ജീവന് ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു. ത്വചമസ്യ വിനിർഭിന്നാം വിഭിശോദിഷ്ണ്യമോഷധി അംശേന രോമഭിഖണ്ഡും ഹൈരസോ പ്രതിപദ്യതേ. വിരാട് പുരുഷന് ത്വക്കിന്ദ്രിയമുണ്ടായി. ഔഷധ ദേവതകൾ അംശഭൂതങ്ങളായ രോമങ്ങളോടുകൂടി അതിൽ പ്രവേശിച്ചു. ഈ രോമങ്ങളെ കൊണ്ട് ജീവൻ ചൊറിച്ചിലറിയുന്നു. ത്വക്കിനെയും രോമങ്ങളെയും വെവ്വേറെ കണ്ടിട്ടാണ് ഇവിടെ രണ്ടായിട്ട് പറഞ്ഞിരിക്കണം. മേഢം ദസ്യ വിനിർഭിന്നം സുധിഷ്ണം കഹുഭാവിശത് രേതസാംശേന യേനാസാവാനന്ദം പ്രതിപദ്യതേ. വിരാട് പുരുഷന് മേഢം പറയുമ്പോൾ ലിംഗസ്ഥാനമുണ്ടായി. പ്രജാപതി എന്ന ദേവത സ്വാംശമായ രേതസിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ ഉപസ്ഥം എന്ന ഇന്ദ്രിയത്തിൽ കൂടി പ്രവേശിച്ചു. ആ സ്ഥാനത്തെ കൊണ്ട് ജീവൻ രതിസുഖം അനുഭവിക്കുന്നു. ഉദംബുംസോ വിനിർഭിന്നം മിത്രോ ലോകേശാവിശത് പായുനാംശേന യേനാസോ വിസർഗം പ്രതിപദ്യതേ. വിരാട് പുരുഷന് ഗുദസ്ഥാനമുണ്ടായി. ലോകേശനായ മിത്രൻ സ്വാംശമായി പായു എന്നുകൂടി പേരുള്ള ഗുദത്തിൽ പ്രവേശിച്ചു. ഈ സ്ഥാനത്തിൽ കൂടി ജീവൻ മലവിസർജനം ചെയ്യുന്നു. അസ്താവസ്യ വിനിർഭിന്നാവിന്ദ്രസ്വർപ്പതിരാവിശത് വാർത്തയാംശേന പുരുഷോ യയാവൃത്തിം പ്രപദ്യതേ. വിരാട് പുരുഷന് കൈകളുണ്ടായി. സ്വർലോകേശനായ ഇന്ദ്രൻ സ്വാംശമായ വ്യാപാരത്തോടുകൂടി കൈകളിൽ പ്രവേശിച്ചു. ഈ കൈകളുടെ സഹായത്താൽ ജീവൻ ഉപജീവനം സമ്പാദിക്കുന്നു. പാദാവസ്യ വിനിർഭിന്നോ ലോകേശോ വിഷ്ണുരാവിശത് ഗത്യാസാംശേന പുരുഷോ യയാ പ്രാപ്യം പ്രപദ്യതേ. വിരാട് പുരുഷന് കാലുകളുണ്ടായി. ലോകേശനായ വിഷ്ണു
സംസഗതിയോടുകൂടിയ കാലുകളിൽ പ്രവേശിച്ചു. കാലുകളുടെ ഗമനശക്തിയാൽ ജീവൻ പ്രാപിക്കേണ്ട സ്ഥാനത്തെ പ്രാപിക്കുന്നു. ബുദ്ധിം ചാസ്യ വിനിർഭിന്നാം വാഗീശോധിഷ്ണ്യമാവിശത് ബോധേനാംശേന ബോധവ്യ പ്രതിബദ്ധേറിയതോ ഭവേത്. വിരാട് പുരുഷനുണ്ടായ ബുദ്ധിയാകുന്ന വാസസ്ഥാനത്തെ ബ്രഹ്മദേവൻ സ്വംശമായ നിശ്ചയാത്മക ജ്ഞാനത്തോടുകൂടി പ്രവേശിച്ചു. ഈ ജ്ഞാനം കൊണ്ട് ജീവൻ അറിയേണ്ടതായ വസ്തുക്കളുടെ ജ്ഞാനം സമ്പാദിക്കുന്നു. ഹൃദയം ജാസ്യ നിർഭിന്നം ചന്ദ്രമാദിഷ്ണ്യമാവിശത് മനസാംശേന യേനാസോ വിക്രിയാം പ്രതിപദ്യതേ. വിരാട് പുരുഷന് ഹൃദയമുണ്ടായി. ആ സ്ഥാനത്ത് ചന്ദ്രൻ സ്വാംശമായ മനസ്സോടുകൂടി പ്രവേശിച്ചു. ആ മനസ്സു നിമിത്തം ജീവന് സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാകുന്നു. ആത്മാനം ജാസ്യ നിർഭിന്നം അഭിമാനോ വിശദ്പദം കർമ്മണാംശേന യേനാസോ കർത്തവ്യം പ്രതിപദ്യതേ. വിരാട് പുരുഷന് ഞാനെന്ന അഹങ്കാരമുണ്ടായി. ശ്രീരുദ്രൻ സ്വാംശമായ കർമ്മശക്തിയോടുകൂടി ആ അഹങ്കാരത്തിൽ വാസസ്ഥാനമുണ്ടാക്കി. അതുകൊണ്ട് ജീവൻ ദേഹാദി അവയവങ്ങളിൽ ഞാൻ ഞാൻ എന്നുള്ള അഭിമാനത്തോടുകൂടി ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു. സത്വം ജാസ്യ വിനിർഭിന്നം മഹാന്തിഷ്ണ്യമുപാവിശത് ചിത്തേനാംശേന യേനാസോ വിജ്ഞാനം പ്രതിപദ്യതേ. വിരാട് പുരുഷന് ചിത്തമുണ്ടായി. ആ സ്ഥാനത്ത് ബ്രഹ്മദേവൻ സ്വാംശമായ ചൈതന്യത്തോടുകൂടി പ്രവേശിച്ച് തൻ്റെ വാസസ്ഥാനമാക്കി. ആ ചൈതന്യത്താൽ ജീവന് വിശേഷ ജ്ഞാനമുണ്ടാകുന്നു. ശിഷ്ണോസ്യ ദ്യൗർധരാപദ്ഭ്യാം ഖം നാഭേരുദബദ്ധ്യത ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ സുരാദയ. വിരാട് പുരുഷന്റെ ശിരസിൽ നിന്ന് സ്വർഗലോകവും പാദങ്ങളിൽ ഭൂലോകവും നാഭിയിൽ നിന്ന് അന്തരീക്ഷ ലോകവും ഉണ്ടായി. സത്വാദി ഗുണങ്ങളുടെ വൃത്തികളിൽ നിന്ന് ദേവ മനുഷ്യ പ്രാണിവർഗങ്ങൾ ആ സ്ഥാനങ്ങളിൽ ഉത്ഭവിക്കുന്നു. അത്യന്തികേന സത്വേന ദിവം ദേവ പ്രഭേദിരേ ധരാം രജസ്വഭാവേന പണയോ യേജദാനനോ. സത്വഗുണം അധികരിച്ചിരിക്കുന്ന ദേവന്മാർ ആ ഗുണത്തിനനുസരിച്ച് സുഖഭോഗങ്ങൾ അനുഭവിക്കാനായി സ്വർഗലോകത്തിൽ ജനിക്കുന്നു. പ്രവൃത്തികളിൽ താല്പര്യമുള്ളവരും രജോ ഗുണം അധികരിച്ചവരുമായ മനുഷ്യരും അവരെ സഹായിക്കുന്ന പ്രാണിവർഗങ്ങളും അവരവരുടെ കർമ്മഫലത്തെ അനുഭവിക്കാൻ ഉതകുന്ന ഭൂലോകത്തിൽ ജനിക്കുന്നു. താർത്തീയേന സ്വഭാവേന ഭഗവാനാഭിമാശ്രിത ഉഭയോരന്തരം വ്യോമാ ഹേ രുദ്രപാർഷദാം ഗണാഹ. മൂന്നാമത്തെ ഗുണമായ തമസ് അധികരിച്ചിരിക്കുന്നവർ ഭഗവാനായ വിരാട് പുരുഷന്റെ നാഭ്യസ്ഥാനത്തെ ആശ്രയിച്ച് ജനിക്കുന്നു. സ്വർഗലോകത്തിനും ഭൂലോകത്തിനും മധ്യത്തിലുള്ള അന്തരീക്ഷ ലോകത്തിൽ അവർ വസിക്കുന്നു. അവരാണ് രുദ്രപാർഷദന്മാരും ഭൂതപ്രേത പിശാചുക്കളും. മുഖതോ വർത്തത ബ്രഹ്മ പുരുഷസ്യ ഗുരുദ്വഹ യസ്തുന്മകത്വാവർണാനാം മുഖ്യോ ഭൂബ്രാഹ്മണോ ഗുരു. വിരാട് പുരുഷന്റെ മുഖത്തു നിന്നും വേദമുണ്ടായി. ആ വേദങ്ങളിൽ വിധിച്ചിരിക്കുന്ന വിധം കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരും വിരാട് പുരുഷന്റെ മുഖത്തു നിന്നും ഉണ്ടായി. അതിനാൽ അവർ വർണ്ണങ്ങളിൽ മുഖ്യരും ആചാര്യന്മാരുമായിട്ട് ഭവിച്ചു. ബാഹുഭ്യോ വർത്തത ക്ഷത്രം ക്ഷത്രിയസ്തനുവ്രത യോ ജാതസ്ത്രാഹ്യതേ വർണ്ണാൻ പൗരുഷ കണ്ടകക്ഷതാത്. വിരാട് പുരുഷന്റെ കൈകളിൽ നിന്ന് പാലിക്കുന്നതായ ധർമ്മവും ആ ധർമ്മത്തെ പാലിക്കുന്ന ക്ഷത്രിയനും ജനിച്ചു. പുരുഷശക്തി സ്വരൂപനായിട്ട് ജനിച്ച ക്ഷത്രിയൻ ശത്രുക്കളുടെയും ചോരന്മാരുടെയും ഉപദ്രവം ഉണ്ടാകാതെ എല്ലാ വർണ്ണങ്ങളെയും രക്ഷിക്കുന്നു. വിശ്വവർത്തന്തസ്യോർവോ ലോകവൃത്തികരീർവിഭോ വൈശ്യസ്തദ് ഉത്ഭവോ വാർത്ത നൃണാം യഃ സമവർത്തയത്. ലോകത്തിൽ ഉപജീവനത്തിന് സഹായിക്കുന്ന കൃഷി, വ്യവസായം തുടങ്ങിയവയും ആ വ്യവസായങ്ങളെ നിർവഹിക്കുന്ന വൈശ്യനും ഉണ്ടായി. വൈശ്യൻ വിരാട് പുരുഷന്റെ തുടകളിൽ നിന്നുണ്ടായി. വൈശ്യൻ ലോകത്തിന് ഉപജീവന ദ്രവ്യം സമ്പാദിക്കുന്നു. പദ്ഭ്യാം ഭഗവതോ ജജ്ഞേ ശുശ്രൂഷ ധർമ്മസിദ്ധയേ തസ്യാം ജാത പുരാ ശൂദ്രോ യദ്വൃത്യ തുഷ്യതേ ഹരി. ധർമ്മത്തിൻ്റെ സിദ്ധിക്ക് ഉപകരിക്കുന്ന സേവാധർമ്മവും ആ സേവ ചെയ്യുന്നതിനുള്ള ശൂദ്രനും ആദ്യം തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ നിന്നുണ്ടായി. ശൂദ്രന്റെ സേവാധർമ്മത്താൽ ഭഗവാൻ ശ്രീഹരി സന്തോഷിക്കുന്നു. ഏതേ വർണ്ണാസു ധർമ്മേണ യജന്തി സ്വഗുരും ഹരിം ശ്രദ്ധയാത്മവിശുദ്ധ്യർത്ഥം യജ്ജാതാ സഹവൃത്തിഭിഃ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ 4 വർണ്ണങ്ങൾ അവരുടെ വൃത്തികളോടുകൂടി യാതൊരുവനിൽ നിന്ന് ജനിച്ചുവോ അവരുടെ പാലകനും ജനകനും ഹിതോപദേഷ്ടാവുമായിരിക്കുന്ന ഭഗവാനെ അവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് സ്വന്തം അന്ധകരണ പരിശുദ്ധിക്കായിട്ട് ആരാധിക്കുന്നു. യതക്ഷത്തർ ഭഗവതോ ദൈവകർമാത്മരൂപിണ
കഹ ശ്രദ്ധദ്യാതുപകർത്തും യോഗമായ ബലോദയം. അല്ലയോ വിതുര, കാലകർമ്മ സ്വഭാവ സ്വരൂപനായ ഭഗവാന്റെ യോഗമായയിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രഭാവാതിശയത്തെ മുഴുവൻ വർണ്ണിക്കാൻ ഏതൊരുവന് സാധിക്കും? അതിനുള്ള ശ്രമം പോലും സാധ്യമല്ലാതിരിക്കെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? അതാഭീകൃതയാമ്യങ്കായതാ മദീയതാ ശ്രുതം കീർത്തിം ഹരേ സ്വാം സൽക്കർത്തും ഗിരമന്യാഭിദാസരിം. ഏ പൂജ്യ, ഹരികീർത്തിയെ സമ്പൂർണമായിട്ട് പറയാൻ ആർക്കും കഴിയില്ല. എങ്കിലും ഞാൻ എൻ്റെ ഗുരുവിൽ നിന്ന് ശ്രവിച്ചതനുസരിച്ചും എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ചും കീർത്തിക്കാം. അതിനാൽ അന്യവിഷയങ്ങളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് വാണിക്കുണ്ടാകുന്ന അശുദ്ധി മാറി പരിശുദ്ധമാക്കാമല്ലോ. ഏകാന്തലാഭം ഭജസോനുപുംസാം സുശ്ലോകമൗലിർ ഗുണവാദമാഹോ സുദേശ വിദ്വദ്ഭിരുപാകൃതായാം കഥാസുതായാം ഉപസംപ്രയോഗം. മനുഷ്യർക്ക് സംസാരിക്കാൻ വാക്ക് തന്നിരിക്കുന്നതിൻ്റെ മുഖ്യ പ്രയോജനം ഉത്കൃഷ്ടമായ ഹരിയുടെ ഗുണങ്ങളെ കീർത്തിക്കുന്നതിനും ശ്രോത്രത്തിൻ്റെ മുഖ്യ പ്രയോജനം വിദ്വാൻമാർ വർണ്ണിച്ചിരിക്കുന്ന ഹരിമാഹാത്മ്യം കേൾക്കുന്നതിനുമാണ്. ആത്മനോവസിതോ വത്സ മഹിമാ കവിനാദിന സംവത്സര സഹസ്രാന്തേ ധിയായോഗ വിഭക്വയാ. ശ്രീഹരിയുടെ മാഹാത്മ്യം എന്നെപ്പോലെയുള്ളവർക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. സർവ ലോകസൃഷ്ടാവും ആദികവിയും വേദങ്ങളുടെ ഉപജ്ഞാതാവുമായ ബ്രഹ്മാവ് പോലും 1000 വർഷം തപസ് ചെയ്ത് ബുദ്ധിയെ പരിശുദ്ധമാക്കിയിട്ട് കൂടി പരമാത്മാവായ ശ്രീഹരിയുടെ മാഹാത്മ്യം പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല. അതോ ഭഗവതോ മായാമായിനാം അഭിമോഹിനി യസ്വയം ജാത്മവത്മാത്മാ നവേദ കിമുദാവരേ. ഭഗവാന്റെ മായാശക്തിയുള്ളവരെ പോലും മോഹിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ പരമാത്മാവായ ശ്രീഹരി പോലും ആത്മവിസ്താരത്തെ അറിയുന്നില്ല. മറ്റുള്ളവരുടെ കാര്യം പറയണമോ? ഇവിടെ മായാനാഥനായ ഭഗവാൻ പോലും മായാവിലാസത്തെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭഗവാനെ സർവജ്ഞനെന്ന് എങ്ങനെ പറയുമെന്ന് സംശയമുണ്ടാകാം. ഒരു വസ്തുവിനെ പൂർണ്ണമായിട്ട് അറിയുന്നതാണ് സർവജ്ഞത്വം. അപരിച്ഛിന്നനായിരിക്കുന്ന ഭഗവാന്റെ അവധി എപ്രകാരം എന്നറിഞ്ഞാൽ പിന്നെ ഭഗവാൻ പരിച്ഛിന്നനായി. അപ്പോൾ സർവജ്ഞതയ്ക്ക് കുറവുണ്ടാകുന്നു. അപരിച്ഛിന്നനെ അപരിച്ഛിന്നനായിട്ട് അറിയുന്നതാണ് സർവജ്ഞത്വം. അറിഞ്ഞു എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അറിഞ്ഞവരല്ല, അറിയുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ് അറിഞ്ഞവർ. അറിവിന് വിഷയമാകാത്ത പരമാത്മതത്വത്തെ അറിഞ്ഞവർ ആരുണ്ട്? അതിനാലാണ് ഭഗവാന്റെ മായയെ ഭഗവാനും അറിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. യഥോ പ്രാപ്യന വർത്തന്ത വാജശ്ച മനസാ സഹ അഹം ജാനൈമേ ദേവ തസ്മൈ ഭഗവതേ നമഃ. വേദവാക്കുകളും ഞാനും അന്യന്മാരായ ദേവന്മാരും പോലും ശരിയായി അറിയാത്ത മനസ്സോടുകൂടി യാതൊന്നിൽ നിന്ന് മടങ്ങുന്നുവോ ആ ഭഗവാന് നമസ്കാരം. വേദവാക്കുകളെയും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത വസ്തുക്കളെയും അറിയാൻ ശക്തിയുള്ള ഋഷികളായ ഞങ്ങളും ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതമാരായ ബ്രഹ്മാദികളും യാതൊരു ഭഗവാന്റെ സ്വരൂപം, ഗുണം, ഐശ്വര്യം എന്നിവയെ പരിപൂർണമായിട്ട് അറിയാനോ പറയാനോ കഴിയാത്ത മനസ്സോടെ മടങ്ങുന്നുവോ, യാതൊരുവനെ പ്രാപിക്കാതിരിക്കുന്നുവോ ആ ഭഗവാന് നമസ്കാരം. ജ്ഞാനത്തിനുള്ള നിർബന്ധം വിട്ടിട്ട് ശ്രവണം, കീർത്തനം, നമസ്കാരം തുടങ്ങിയവയിലൂടെ ഭഗവാനെ പ്രാപിക്കുന്നതാണ് എളുപ്പമാർഗം എന്ന് സാരം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയ സ്കന്ധേ ഷഷ്ടോധ്യായഃ. 3-ാം സ്കന്ധം 6-ാമത്തെ അധ്യായം സമാപിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശാന്തി ശാന്തി ശാന്തി.